ഒരു ഹാസ്യ ചിത്രീകരണം. ഒരു പാരലൽ കോളേജാണ് രംഗം. പാരലൽ കോളേജിലെ അധ്യാപകനും അവിടുത്തെ കുട്ടികളും പാരലൽ കോളേജിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ, വന്നില്ലേ? നേരത്തെ വന്നല്ലോ, 8 മണിക്കാ വന്നു. അയ്യോ, എവിടെ? ഇവിടെ എവിടെ? ഇവിടെ നിൽക്കുന്നത്. തന്റെ കാര്യമാണോ ചോദിച്ചത്? പിന്നെ തന്റെ കാര്യമാണെങ്കിൽ ആരെങ്കിലും വന്നില്ലെന്ന് ചോദിക്കോ, പോയില്ലേ എന്നല്ലേ ചോദിക്കൂ? പിന്നെ വന്നില്ലെന്ന് ചോദിച്ചത്? സുഗന്ധവല്ലി വന്നില്ലേ? ആ സുഗന്ധവല്ലി ക്ലാസ്സിൽ വരാനുള്ള നേരം ആകുന്നല്ലേ ഉള്ളൂ. അതല്ലേ പേടിപ്പിച്ചു കളഞ്ഞത്. ആട്ടെ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചക്കാര്യമല്ല, തന്നെ ഏൽപ്പിച്ച കാര്യം. ഏത് കാര്യം? ഞാനില്ലാത്ത സമയം നോക്കി എന്നെ പറ്റി സുഗന്ധവല്ലിയോട് പൊക്കി പറയാമെന്ന് പറഞ്ഞില്ലേ? അതിനുവേണ്ടി ഒരു 50 രൂപ മേടിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ചെയ്തല്ലോ. എന്ത് ചെയ്തു? 50 രൂപയും ചെലവാക്കിയല്ലോ. എടോ, എന്നെ പറ്റി പൊക്കി പറഞ്ഞു. അതിന് അണ്ണനില്ലാത്ത സമയത്ത് വേണ്ട പൊക്കി പറയാൻ. അണ്ണനില്ലാത്ത സമയം എവിടെ? എപ്പ നോക്കിയാലും അണ്ണനെ ഉള്ള പിന്നാലെ നടക്കുകയല്ലേ. പിന്നെ ആകപ്പാട് സുഗന്ധവല്ലിയെ ഒന്ന് തനിച്ച് കിട്ടിയത് ഇന്നലെയാണ്, ബാത്റൂമിൽ പോയപ്പോ. എന്നിട്ട് പൊക്കി പറഞ്ഞു? ബാത്റൂമിലൊക്കെ കയറി പൊക്കി പറയുന്നത് മോശമല്ല അണ്ണ. അതേതായാലും നന്നായി, നാറിപ്പോയനെ. ഇതെന്താ 3 കസേര? 3 പേർക്ക് ഇരിക്കാൻ. ഞാനും സുഗന്ധവല്ലിയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് 1 കസേര തന്നെ ധാരാളം. പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് അല്ലേ, മോശമല്ലേ എന്ന് വിചാരിച്ചാണ് തൽക്കാലം 2 കസേരയിൽ ഇരിക്കുന്നത്. ഇതേത് 3ാമത്തെ കസേര? അത് നിങ്ങൾക്കല്ല, പുതിയ സ്റ്റുഡന്റാ. പുതിയ സ്റ്റുഡന്റ്? ആര് പറഞ്ഞു? സാർ പറഞ്ഞു. ഏത് സാറ്? പഴയ സ്റ്റുഡൻസിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ പുതിയ സ്റ്റുഡൻസിന് സാർ വരുത്തുവോ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ കൊല്ലം ഞാനും സുഗന്ധവല്ലി അല്ലാതെ ഈ ട്യൂട്ടോറിയൽ കോളേജിൽ ഈ ക്ലാസ്സിൽ വേറെ സ്റ്റുഡൻസ് ഉണ്ടാവത്തില്ല. കസേര അണ്ണാ, ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചിട്ടും അവിടെ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് അണ്ണാ തുളസി ഇങ്ങോട്ട് വന്നത്. വേറെ ഒരുപാട്. ആര്? തുളസിയോ? തുളസി എന്നാണ് ആ പുതിയ സ്റ്റുഡന്റ് പേര്. പാവം, ഇവിടെ എവിടെയെങ്കിലും പഠിച്ചോട്ടെ. വേണ്ട, അവിടെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ തുളസിക്ക് പേടിയാവില്ലേ? അടുത്തോട്ടോ. അതെ, ഇന്ന് മുതൽ ആ കസേര തുളസി, ഇവിടെ സുഗന്ധവല്ലി, നടുക്ക് ഞാൻ ഒതുങ്ങിയിരുന്നോളാം. പോട്ടെ. തുളസി എപ്പോ വരും? തുളസി 5 മിനിറ്റിനുള്ളിൽ വരും. 5 മിനിറ്റിനുള്ളിൽ? ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ദൈവമേ, ഇവരൊക്കെ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു വലഞ്ഞു പോത്തേ ഉള്ളൂ. അതെ, തമ്മെല്ലാം കഴിച്ചോ? ഇല്ല. അയ്യോ, വയറിങ്ങനെ ഫ്രീ ആയിട്ട് എടുത്ത് ഗ്യാസ് കയറും. താനൊരു കാര്യം ചെയ്യും, ആ കടയിൽ പോയി ഒരു മസാല ദോശ മേടിച്ചൊഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു വാ. ഒരു മസാല ദോശ കഴിക്കാൻ 1/2 മണിക്കൂർ വേണ്ടെണ്ണ, എനിക്ക് 1 മിനിറ്റ് മതി. അപ്പം 1/2 മണിക്കൂർ കൊണ്ട് 30 എണ്ണം കയറ്റും. സ്ലോയിലാണെങ്കിൽ, ഫാസ്റ്റിലാണെങ്കിൽ അതിന്റെ ഡബിൾ കയറ്റും. സ്ലോ മതി, ഡെഡ് സ്ലോ. അതും ഈ കടയിൽ വേണ്ട, അങ്ങ് ജംഗ്ഷനിലുള്ള കടയിൽ പോകണം. അവിടെ മസാല ദോശ ഉണ്ടാക്കി വെച്ചിരിക്കും, അത് മേടിക്കരുത്. ഓർഡർ ചെയ്യണം, ചൂടോടെ ആക്രാന്തം. അത് വേണ്ട, അങ്ങനെ കഴിച്ചാൽ മതി. ഓക്കെ? ദൈവമേ, തുളസിയും സുഗന്ധവല്ലിയും തമ്മിൽ ക്ലാഷ് ആക്കാതെ പാരലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രമേ ഈ പാരലൽ കോളേജ് വിദ്യാർത്ഥിക്ക് ആഗ്രഹമുള്ളേ. അതിനിടയ്ക്ക് ദോശ കഴിച്ചു തീർന്നു. തുളസി വരുന്നുണ്ടാ? എവിടെ? ബസ് ഇറങ്ങി ഇപ്പൊ ഇങ്ങോട്ട് വരുവണ്ട. അതെ, ഞാനിവിടെ പ്രത്യേക ഒരു സ്റ്റൈലിൽ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കും. താൻ എന്നെ ഒന്ന് നല്ല ശരിക്കൊന്ന് പരിചയപ്പെടുത്തിക്കണം. വേണ്ട വിധത്തിൽ ഞാൻ കണ്ടോളാം. ശരി. തുളസി, ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റുഡന്റ്, മിടുമിടുക്കനാണ്. സുധാകരണ്ണ, ഇതാണ് തുളസി. I am സുധാകരൻ. അണ്ണാ, അപ്പൊ ഞാൻ പോയി ദോശ കഴിച്ചിട്ട് വരാം. ദോശ തനിഞ്ഞു വന്നേ. ഇതാണോ താൻ പറഞ്ഞ തുളസി? അതെ. അപ്പൊ അങ്ങനെ മസാല എന്താണ് ഉദ്ദേശം? പഠനം. എന്തോ? ഉപരിപഠനം. എന്താണാവോ ഉപരിപഠനം? മലയാളം. ഓ, മലയാളം തന്നെ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യം? മാതൃഭാഷ മലയാളിയാണല്ലേ? അതെ. കണ്ടാ പറയില്ല. കണ്ടാ പിന്നെ എന്ത് പറയും? യൂറോപ്യൻ ആണെന്നേ പറയും. നന്ദി. ആ നിറവും, ആ ഉയരും, ആ നടപ്പും, ആ എടുപ്പും, ആ നടപ്പും പരമ ബോറാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയില്ല, വേസ്റ്റ്. എന്താ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താൻ മലയാളം പഠിക്കുന്നവനല്ല, താൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടവനാണ്. അതുകൊണ്ട് തൊട്ടടുത്തൊരു ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ ഉണ്ട്, ഞാൻ അഡ്മിഷൻ മേടിച്ചു തരാം. ചെൽ. ഇംഗ്ലീഷ് ഞാൻ പഠിക്കില്ല. അതെന്താ?
ഇംഗ്ലീഷ് ശരിയല്ല. ഇംഗ്ലീഷ് ശരിയല്ലേ എന്നാര് പറഞ്ഞു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ തന്നെ പറഞ്ഞു ഇംഗ്ലീഷ് ശരിയല്ല. ഇംഗ്ലീഷ് പ്രൊഫസർ പറഞ്ഞു ഇംഗ്ലീഷ് ശരിയല്ലെന്ന്? അതെ, അതായത് ഒരു ദിവസം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വളരെ നേരം ഇംഗ്ലീഷിൽ സംസാരിച്ചു, ഭയങ്കരമായിട്ട്. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പ്രൊഫസർ പറഞ്ഞു തൻ്റെ ഇംഗ്ലീഷ് തീരെ ശരിയല്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് ശരിയല്ല. അത് ശരി. എന്നാ ഇവിടുത്തെ മലയാളവും ശരിയല്ല? അയ്യോ, ഇവിടുത്തെ മലയാളം മാഷെന്ന് മലയാളത്തിന്റെ ABCD അറിഞ്ഞു. അതിന് മലയാളത്തിൽ ABCD ഇല്ലല്ലോ. ഇതൊരു നടക്ക് പോവില്ല. എന്താ? ഒന്നുമില്ല. എവിടെയാണ് പഠിച്ചത്? കോളേജ്. ഏത് കോളേജ്? BA BSc കോളേജ്. BA BSc കോളേജ്? അതേത് കോളേജ്? ഏത് കോളേജിലാ BA BSc ഇല്ലാത്തത്? എന്തായിരുന്നു ഗ്രൂപ്പ്? ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലും ചേരാറില്ല. എന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഈ മെയിനും സബും ഒക്കെ കാണുമല്ലോ? കാണും 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 കാണും. ഏതായിരുന്നു മെയിൻ? എനിക്കെല്ലാം മെയിൻ ആയിരുന്നു. എല്ലാം മെയിൻ ആണെങ്കിൽ പിന്നെ മലയാളം തന്നെ പഠിക്കാൻ തീരുമാനിച്ചത്? സ്നേഹം കൊണ്ട്. മലയാള ഭാഷയോടുള്ള സ്നേഹമോ? മലയാള ഭാഷയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മലയാള ഭാഷ പഠിക്കുന്ന സുഗന്ധവല്ലിയോടുള്ള സ്നേഹം കൊണ്ട്. സുഗന്ധവല്ലി പഠിക്കുന്നത് എന്തും ഞാൻ സ്നേഹിക്കും, സുഗന്ധവല്ലി പഠിക്കുന്നത് എന്തും ഞാൻ സ്നേഹിക്കും, പഠിക്കും. സുഗന്ധവല്ലിയും താനുമായിട്ടുള്ള ബന്ധം അതൊരു വലിയ ബന്ധമാണ്. ഒരു ചേസിന്റെ കഥയാണ്. ചേസിന്റെ കഥയോ? അതെ. അതെന്ത് കഥ? അതായത് സുഗന്ധവല്ലി 10ാം ക്ലാസ് തോറ്റ് ട്യൂട്ടോറിയൽ കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ചേസ് ചെയ്ത് ഞാനും ട്യൂട്ടോറിയൽ കോളേജിൽ പോയി. അപ്പൊ അതിനു വേണ്ടി താൻ 10 തോറ്റു? അല്ല, ഞാൻ നേരത്തെ തോറ്റു നിൽക്കുകയാണല്ലോ. എന്നിട്ട് ഞാൻ ചെന്ന ഉടനെ സുഗന്ധവല്ലി അവിടുന്ന് മാറി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനും ചേസ് ചെയ്ത് അങ്ങോട്ട് പോയി. അവിടുന്ന് സുഗന്ധവല്ലി മാറി തയ്യൽ ക്ലാസ്സിലേക്ക് പോയി. ഞാനും തയ്യൽ ക്ലാസ്സിലേക്ക് പോയി. തയ്യൽ ക്ലാസ്സിൽ നിന്ന് സുഗന്ധവല്ലി ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ടൈപ്പിംഗ്, തയ്യൽ, തയ്യൽ, ടൈപ്പിംഗ്, ടൈപ്പിംഗ്, തയ്യൽ, അങ്ങനെ ഒരേ കൺഫ്യൂഷനാണ് സുഹൃത്തെ. ഒടുവിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് തന്നെ എനിക്ക് ഒരു ബോധമില്ലാതായി. അങ്ങനെ എന്റെ ജീവിതത്തിൽ നിർണായകമായ സംഭവം നടക്കുന്ന അവിടെ വെച്ചാണ്. എന്ത് സംഭവം? ഒരു ദിവസം തയ്യൽ മെഷീനാണെന്ന് കരുതി ടൈപ്പിംഗ് മെഷീനിൽ ഞാനൊരു പാൻസ് തയ്ച്ചു. ആ പാന്റാണോ ഇട്ടിരിക്കുന്നത്? അല്ല, അത് വീട്ടിലാണുള്ളത്. അത് നന്നായി. ഇത് വേറെയാണ്. എന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എന്നെ വെറുതെ വിട്ടില്ല. എന്നെ ചവിട്ടി പുറത്താക്കി. വെരി ഗുഡ്. ഞാനും വിട്ടില്ല. നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? ഇപ്പോ ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ്. അല്ല, മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു? മെന്റൽ ഹോസ്പിറ്റൽ ഇപ്പൊ വീട് പോലെ ആയല്ലോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എന്റെ കൺഫ്യൂഷനൊക്കെ മാറി. ഞാനിപ്പോ നോർമലാണ്. അതുകൊണ്ടാണല്ലോ സുഗന്ധവല്ലി പഠിക്കുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ തെറ്റാതെ ഞാൻ വന്നെത്തിയത്. അത് നന്നായി. അളിയ, അങ്ങനെ വിളിക്കാനുള്ള സൗഹൃദം നമ്മൾ തമ്മിലായി എന്നൊരു ധാരണ കൊണ്ട് വിളിച്ചതാണ്. വിളിക്കാലോ? അളിയൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? ഞാനും സുഗന്ധവല്ലിയും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം തന്റെ അച്ഛനോട് പറയണോ? തന്റെ അച്ഛനോട് പറയാൻ പറ്റില്ല. അതെന്താ? അച്ഛൻ മരിച്ചുപോയി. സുഗന്ധവല്ലിയോടൊന്ന് പറയണം. വെരി ഈസി അല്ലേ അത്? പറയാം. താങ്ക് യു. പക്ഷെ എനിക്ക് അതിന്റെ പ്രത്യുപകാരമായി അളിയൻ ഒരു ഉപകാരം ചെയ്യും. എന്തും ചെയ്യാൻ. അളിയൻ സുഗന്ധവല്ലിയോട് ഞാനും സുഗന്ധവല്ലിയും തമ്മിൽ പ്രേമത്തിലാണെന്ന് ഒന്ന് പറയണം. സുപ്രഭാതം സുഗന്ധവല്ലി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സുപ്രഭാതം. രാവിലെ ഒരു വലിയ ശല്യം. സുഗന്ധവല്ലി, എന്നെ ഓർമ്മ വരുന്നില്ല. ഒരു ഓർമ്മയും വരുന്നില്ല അല്ലേ സുഗന്ധവല്ലി? എന്നെ കണ്ടിട്ട് സുഗന്ധവല്ലിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലേ? ഓർത്തു നോക്ക്. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നേ. എന്താണ് പറയൂ. എന്റെ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു തമാശ എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. ഇതങ്ങനെ വലിയൊരു തമാശയായിട്ട് സുഗന്ധവല്ലി പറഞ്ഞതല്ലടാ. സുഗന്ധവല്ലി നീ വന്നു. എന്താ? ഒരു കാര്യം പറയട്ടെ. പറയൂ. നിന്റെ അടുത്തല്ല, സുഗന്ധവല്ലി അടുത്ത്. നീ അവിടെ നിന്നാ ശരിയാവത്തില്ല. നീ ഇവിടെ നിന്ന്. സുഗന്ധവല്ലി, എനിക്കാകെ ഭയമാകുന്നു. എന്തിന്? ഇവന് ഭ്രാന്താണ്. ഭ്രാന്ത് പകരുമോ? ഭ്രാന്ത് പകരുന്ന രോഗമൊന്നുമല്ല. അതെങ്ങനെ തീരുമാനിക്കാം? സുധാകരൻ ഇത്രയും കാലം എന്റെ അടുത്ത് ഇരിക്കല്ലേ, എനിക്ക് പകർന്നില്ലല്ലോ. ഇതങ്ങനെ വലിയൊരു തമാശയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് തമാശയല്ല, സത്യം പറഞ്ഞു. നീ പോടാ. നീ അവിടുന്ന് പോടാ. സാറ്
ഗുഡ് മോർണിംഗ് 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 സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സിറ്റ് ഡൗൺ. ഓഹോ, പുതിയ സ്റ്റുഡന്റ് ആണല്ലേ? പഴയ സ്റ്റുഡന്റ് ആണ്, ഇവിടെ പുതിയതാണ്. എങ്ങനെയുണ്ട് സാറിന്റെ പഠിപ്പിക്കലൊക്കെ? സാറിന് മലയാളത്തിന്റെ ABCD പോലും അറിയില്ല എന്ന് ഇവൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. സമയം ഞാൻ കുറിച്ച് വെച്ചില്ല. ജനന സമയമൊന്നുമല്ലല്ലോ അങ്ങനെ കുറിച്ച് വെക്കാൻ. എന്നാ നിന്റെ മരണ സമയമാണ്, നീ കുറിച്ച് വെച്ചോ. നീ പോടാ. നീ പോടാ. നീ അവിടുന്ന് പോടാ. നീ അവിടുന്ന് പോടാ. സൈലൻസ്. സിറ്റ് ഡൗൺ. കുറച്ചുകൂടി മാറിയിട്ടേ സാറേ, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടേ. എൻ്റെ വിദ്യാർത്ഥികൾ സാമാന്യ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അസ്ഥാനത്ത് ചിരി വേണ്ട. ഇപ്പോ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ക്വിസ് മത്സരം വരുന്നുണ്ട്. ഈ ക്വിസ് മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളെ ഞാൻ ക്വിസ് മത്സരത്തിലേക്കും. അതേതായാലും നന്നായി. എന്തേ ഈ കിസ് മത്സരത്തിൽ പോകാൻ നമുക്ക് താല്പര്യമുണ്ട്. ക്വിസ് മത്സരം, ക്വിസ് മത്സരം. അതുകൊണ്ട് ഈ ക്വിസ് മത്സരത്തിൽ വരാനുള്ള ചില സാധാരണ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അത് കൃത്യമായ ഉത്തരം പറയണം. പറയാത്തവർക്ക് എന്താ ഫീസും ഇല്ല, ക്ലാസ്സും പോയി. സൈലൻസ് സൈലൻസ് സൈലൻസ്. പെട്ടെന്ന് നിസ്സാരമെന്ന് തോന്നാവുന്നതാണെങ്കിലും ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, മഞ്ഞരിയുടെ ലക്ഷണം പറയുക. സുഗന്ധവല്ലി പറയണ്ട, ഇരുന്നോളൂ ഇരുന്നോളൂ. പറയൂ. അതറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. പറയൂ പറയൂ. മഞ്ഞരി. മഞ്ഞരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ പുഴുക്കലരി, ഉണക്കലരി, പച്ചരി എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു മഞ്ഞ അരി. അതന്നെ. ഈ തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ ചിന്തയല്ലേ? എടോ, മഞ്ഞരി എന്ന് പറഞ്ഞാൽ മഞ്ഞ അരിയല്ല, പിന്നെ മഞ്ചരി വൃത്തത്തിന്റെ ലക്ഷണം പറയുക. അതറിയോ? അതെനിക്കറിയില്ല. അറിയില്ല. അതോടെ പേരിക്കാം. ഞാൻ ഒരു പ്രാവശ്യം പറയാം, പഠിച്ചോളൂ. ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും. പഠിച്ചോ? സുഗന്ധവല്ലി ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് കേട്ട് പഠിക്കാൻ ഒരു എളുപ്പമുണ്ടായിരുന്നു. സുഗന്ധവല്ലിക്ക് അറിയാവോ ഇല്ലയോ എന്നല്ലേ? കുട്ടിക്കറിയാം. കുട്ടി പറഞ്ഞോളൂ പറഞ്ഞോളൂ. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിൽ അത് മഞ്ചരിയായിടും. നോക്കി പഠിക്കണ. നോക്കി പഠിക്കാൻ പറഞ്ഞു. നോക്കി പഠിക്കാൻ പറഞ്ഞു. അവിടെ വായി നോക്കി പഠിക്കാനല്ല പറഞ്ഞത്. അടുത്തത്, ഇത് വാക്യത്തിൽ പ്രയോഗിക്കുക. സാർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്കത് പഠിക്കായിരുന്നു. ഈ മഞ്ചേരി ശരി, ഒരു പ്രാവശ്യം പറഞ്ഞു പഠിച്ചോളൂ പഠിച്ചോളൂ. അതായത് ശ്രദ്ധക പറഞ്ഞു ഏറ്റു പറയണം. ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞേടിൽ അത് മഞ്ഞരിയായിടും. അത് മഞ്ചേരിയായിടും. പഠിച്ചോ? പറയൂ. അല്ല, ആദ്യം കുറച്ച് സംശയമുണ്ട്. ആദ്യം സംശയമുള്ള ഭാഗം വിട്. അവസാനം ഒക്കെയാണ്. ആദ്യം കുറച്ച് അതുകൂടെ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ? പോരാ പോരാ, പഠിച്ചോ പറയൂ. അപ്പൊ ആദ്യത്തെ സംശയം, ആദ്യ സംശയം ഇവിടെ പഠിച്ചത്തോളം ഭാഗത്താൻ പറയൂ. അത് മഞ്ചേരിയായിടും. ഇതും മഞ്ചരിയായിടും. ഏത് മഞ്ചേരിയായിടും? അത് മഞ്ചരിയായിടുമെങ്കിൽ ഇതും മഞ്ഞരി ആവൂടാ. വൃത്തത്തിന്റെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. പറയൂ. പ്രയോഗിക്കൂ. പ്രയോഗിക്കണോ? അല്ല, ഇയാൾ എന്തുവായി പ്രയോഗിക്കാൻ പോകുന്നത്? വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള വാക്കുകളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ശരിയാ. എന്ത് ചോദിച്ചാൽ സൈലൻസ് സൈലൻസ് സൈലൻസ്. വാക്യത്തിൽ പ്രയോഗിക്കുക. ഞാൻ പറയുന്ന ഈ പദങ്ങൾ കൊണ്ട് ഒരു വാക്യം ഉണ്ടാക്കണം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. നിസ്സാരമാണ്. ഇടിവെട്ടിയവനെ സുഗന്ധവല്ലി പറയണ്ട, ഇരുന്നോളൂ ഇരുന്നോളൂ. പറയൂ.
ഒരുവൻ വഴിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അവനെ ഇടിവെട്ടി. അതുവഴി ഇഴഞ്ഞു വന്ന ഒരു പാമ്പ് അവനെ കടിക്കുകയും ചെയ്തു. ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചു. എന്നിട്ട് ഇപ്പൊ ആശുപത്രിയില്ല. തീർന്നില്ല, സീരിയസ് ആണ്. അടുത്തത് കുറെ കൂടി എളുപ്പത്തിൽ പറയാവുന്ന ഒന്നാണ്. ഉത്തരം മുട്ടി. സുഗന്ധവല്ലി പറയണ്ടായിരുന്നു. പറയൂ. ഉത്തരം മുട്ടി. ഒരു ദിവസം ഞാൻ മച്ചിൽ കയറിയപ്പോൾ എന്റെ തലയ്ക്ക് ഉത്തരം മുട്ടി. എന്നിട്ട് തല മുഴക്കുകയും ചെയ്തു. താൻ എന്തോന്നാണോ ഈ പറയുന്നത്? വാക്യത്തിൽ പ്രയോഗം. ഇനി മേലാൽ എവിടെങ്കിലും വെച്ച് താൻ വാക്യത്തിൽ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അന്നിന് പിന്നെ ക്ലാസ് കിട്ടില്ല. അലവലാദികൾ. വാക്യത്തിൽ പ്രയോഗം ഇതോടെ അവസാനിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മഹാകവി കാളിദാസന്റെ ശാകുന്തളം നാടകത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഞാൻ ചൊല്ലാം. ആ ശ്ലോകം കേട്ടിട്ട് അതിലെ നായികയുടെ പേര് നിങ്ങൾ പറയണം. അതായത് ശ്രദ്ധിച്ചോളൂ. കൊണ്ടൽ വേടിയൊരു 2-4 അടി നടന്നതില്ല അതിനു മുമ്പു താൻ കൊണ്ടു ദർഭമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ. വേണ്ട സുഗന്ധവല്ലി ഇരിക്കൂ. നായികയുടെ പേര് പറയണം. ഈ നായികക്ക് ഏകദേശം എന്ത് ഹൈറ്റ് വരും? എന്തായാലും തന്നേക്കാൾ ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്തെങ്കിലും ഒരു ഹിന്റ് താ. എന്തോന്ന് ഹിന്റ്? ഒരു തെളിവ്. എടോ, മഹാകവി കാളിദാസന്റെ ശാകുന്തളം നാടകത്തിലെ നായിക ദുഷ്യന്തന്റെ കാമുകിയും പിന്നീട് ഭാര്യയുമായി തീർന്ന ആ നാരീരത്നത്തിന്റെ പേര്, അതാണ് ചോദ്യം. മനസ്സിലായില്ല? എന്നാൽ രാജാ രവിവർമ്മ ഒരു ചിത്രമായി വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ പോസ് കാണുമ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും, ആ പേര് മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലാവും. ആ പടം കണ്ടിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കൊണ്ടൽ വേലിയൊരു 2-4 അടി നടന്നതില്ല അതിനു മുമ്പു താൻ കൊണ്ടു ദർഭമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ. മനസ്സിലായി. പറയൂ. ഹനുമാൻ. ചീങ്കണ്ണി. എന്റെ ദൈവമേ. യേശുക്രിസ്തു. വിവേകാനന്ദൻ. നാരായണത്ത് ഭ്രാന്തൻ. വാമനൻ. മഹാബലി. സാറേ, ശകുന്തള ചേച്ചി മിടുക്കൻ. നോക്കണ, ഇവനിവിടുത്തെ പ്യൂണാണെങ്കിലും അവൻ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ശകുന്തള. മിടുക്കൻ. പക്ഷെ നീ ശകുന്തള ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശകുന്തള എന്ന് പറഞ്ഞാൽ മതി. അയ്യോ, സാറിന്റെ ഭാര്യയെ പേര് വിളിക്കാനോ? എന്റെ ഭാര്യ? അതെ സാറേ, സാറിന്റെ ഭാര്യ ശകുന്തള ചേച്ചി ഇങ്ങോട്ട് വരുന്നു. ഒറ്റക്കല്ല, സാറിന്റെ മകൻ പങ്കജാക്ഷനും സാറിന്റെ അളിയൽ കേടി കണ്ണുകൊണ്ടുകൂടെ സാറിനെ തട്ടുമെന്നും പറഞ്ഞ് അവരിങ്ങോട്ട് വരുന്നത്. അയ്യോ, എന്തിന്? ആപ്പടെ കുളമായി സാറേ. സാറിന്റെ ഏതോ ഒരു വിദ്യാർത്ഥിനി സാറിന് അയച്ചൊരു പ്രേമലേഖനം സാറിന്റെ മകൻ പങ്കജാക്ഷന്റെ കൈ കിട്ടി. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നത്. എനിക്ക് കിട്ടിയ പ്രേമലേഖനം? ആരെഴുതിയ പ്രേമലേഖനം? എപ്പോഴും എഴുതിയ പ്രേമലേഖനം? എങ്ങനെ എഴുതിയ പ്രേമലേഖനം? അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എടുക്കടാ കത്ത്. കത്തി ഞാൻ കൊണ്ടുവന്നില്ല. ഇടിക്കട്ടെ ഉണ്ട്, എടുക്കട്ടെ അമ്മാവ. കത്തി എടുക്കട്ടെ, കത്തെടുക്ക്. കത്തോ? ഏത് കത്ത്? ഏത് കത്താണെന്നോ? ഈ നിൽക്കുന്ന നിങ്ങളുടെ കള്ള കാമുകൻ നിങ്ങൾക്ക് അയച്ച കത്ത്. അയ്യോ പൊത്തൊന്നും പറയണ്ട. എന്റെ മോൻ മിടുക്കനായതുകൊണ്ട് അവൻ ഈ കത്ത് കണ്ടുപിടിച്ചു. താങ്ക് യു അമ്മേ. ഈ അച്ഛനിട്ട് ഒരെണ്ണം പൊട്ടിക്കട്ടെ ഞാൻ. വേണ്ട, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത്രയും നല്ല ഒരു സുന്ദരിയായ ഒരു ഭാര്യയും മകനും ഉള്ളപ്പോ അതേതാ അമ്മേ ആ സുന്ദരിയായ ഭാര്യ? ഏത്? അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ സുന്ദരിയായ ഒരു ഭാര്യയുടെ മോന്റെയും കാര്യം. എടാ പോട്ടെ. എന്തോ? ഞാനും നീയും തന്നെടാ. ഓ ശരിയാണ്. അച്ഛാ ഇങ്ങോട്ട് മാറിയിക്ക. ഇത്രയും സുന്ദരിയായിട്ട് അല്ലല്ല കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഭാര്യയും
അതിസുന്ദരനായ ഒരു മോനെ ഉപേക്ഷിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോവില്ലേ അച്ഛാ? അച്ഛനൊക്കെ ഒരു അച്ഛനാണോ അച്ഛാ? ഷട്ടപ്പച്ച അച്ഛന്റെ മോൻ തന്നെ. അതെ അതെ, ഈ അച്ഛന്റെ തലവെട്ട എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. എന്റെയും മോനെ പങ്കജാക്ഷ. അമ്മ വിഷമിക്കേണ്ട അമ്മേ, അമ്മയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു ഭർത്താവിനെ ഞാൻ എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ചോണ്ട് വരാം. പറയാതെ കഴുതേ എങ്ങനെ ആദ്യം അവളെ മാറ്റി നിർത്തി. ദേ, മാറി നിക്കടി. ഇങ്ങോട്ട് മാറി നിക്കടി വെള്ളക്കാന്താരി. മാറി നിക്കടി ഫൂൾ. അയ്യോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മിണ്ടിപ്പോവരുത്. നിനക്ക് പ്രേമിക്കാൻ ഈ പരട്ട കിളവനെ കിട്ടുള്ളൂ അല്ലേടി? ചട്ടപ്പച്ച നില്ല് നില്ല് നില്ല്, കുറെ നേരമായില്ല. ചട്ടപ്പച്ച ചട്ടപ്പച്ച. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഈ നിൽക്കുന്ന പെണ്ണ് എന്റെ അച്ഛൻ അയച്ച പ്രേമലേഖനായത് ലവ് ലെറ്റർ. ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ തീരെ വിശ്വസിക്കില്ല. അങ്ങനെ എഴുത്തെഴുതുന്ന പ്രകൃതക്കാരിയാണ് സുഗന്ധവല്ലിയെങ്കിൽ എനിക്ക് എന്നെ എഴുതിയേനെ. അത് നിന്റെ മനസ്സിലിരിക്കട്ടെ. ഞാൻ അയച്ച 100 കത്തുകൾക്ക് ഒരു മറുപടിയെങ്കിലും തന്നേനെ. ശരിയാണ്, ചുട്ട മറുപടി എന്നേ കൊടുത്തേനെ. നീ പോടാ. നീ പോടാ. നീ അവിടുന്ന് പോ. എന്തൊക്കെയായാലും സുഗന്ധവല്ലി അങ്ങനെ കത്തെഴുതുന്ന ടൈപ്പ് അല്ല. അതിന് ഇത് ടൈപ്പ് ചെയ്ത് എഴുത്തല്ല, സ്വന്തം കൈപ്പടയിൽ എവിടെ എഴുതി എഴുത്താ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളിയിൽ പോയി പറയാ, എന്റെ അച്ഛൻ പള്ളിയിൽ അച്ഛനല്ലടാ. മതി മതി, നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. നിങ്ങൾ മാറിക്കടി. എനിക്കിത് വായിക്കാൻ ലജ്ജ ഉണ്ടമ്മാവാ. അമ്മാവൻ തന്നെ വായിക്ക. ഇത് ഹിന്ദിയാണല്ലോ. ഹിന്ദിയോ? അമ്മാവൻ കത്ത് തലതിരിച്ചാ പിടിച്ചിരിക്കുന്നത്. ഇനി വായിക്ക. ഇത് ഞാൻ എങ്ങനെ വായിക്കും? എന്താ അത്ര വൃത്തിയോടാണോ അതിൽ എഴുതിയിരിക്കുന്നത്? അതല്ല പെങ്ങളെ, എനിക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. മോനെ നീ വായിച്ചു വായിക്കടാ. എന്റെ കരളിന്റെ കരളായ മലയാളം സാർ. അയ്യോ എന്ത് പറയുന്നു മലയാളം സാറേ? എടി പോത്തെ, ഈ ലോകത്ത് മലയാളം സാറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ കരളിന്റെ കരളായിട്ടുള്ള മലയാളം സാർ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പൊട്ടിച്ചെന്നാണ്ടല്ലോ. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ മാറിയത് സാറിനെ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നില്ല്, സുഗന്ധവല്ലി കരയാതെ, സുഗന്ധവല്ലി കരയാതെ. ബാക്കി വായിക്കട്ടെ. ആദ്യമൊക്കെ എന്നോട് സംസാരിച്ചിരിക്കാനും ആരുമില്ലാതെ എനിക്ക് തനിച്ച് ക്ലാസ് എടുക്കാനും സാറിന് എന്ത് ഉത്സാഹമായിരുന്നു. നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ ചില കോന്തന്മാർ ഇവിടെ പഠിക്കാൻ എത്തിയതോടെ ആ സുഖവും എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛനല്ലാതെ വേറെ ഏത് കോന്തന്മാരമ്മാവാ? ഓ ശരിയാ. എടി സുഗന്ധവല്ലി, ഭയങ്കര. എന്നിട്ട് ഞങ്ങൾക്കിപ്പോ ഏകദേശം ബോധ്യമായി ഈ കത്ത് എഴുതിയത് സുഗന്ധവല്ലി തന്നെ. ഞങ്ങൾക്ക് സംശയമില്ല. ഒടുക്കം ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള സൽക്കാര ലോഡ്ജിലെ 116 നമ്പർ മുറിയിൽ അയ്യോ മോനെ എന്താടാ നീ കടിച്ചു പിടിച്ച് വായിക്കുന്നത്? നല്ല ശബ്ദമായിട്ട് വായിക്കടാ, എല്ലാരും കേക്കട്ടെ. ബാക്കിയുള്ളത് വായിച്ച അമ്മയുടെ മോൻ ചീത്തായി പോവമ്മേ. നീ ചീത്തയായിരുന്നു. നീ അർത്ഥം മനസ്സിലാകാതെ വായിക്കും, അപ്പൊ ചീത്താവൂല. കൺട്രോൾ പരമാവധി ട്രൈ ചെയ്യാം. 116 നമ്പർ മുറിയിൽ എന്റെ എല്ലാം ഞാൻ സാറിന് കാഴ്ചവെച്ചു. അയ്യോ നമ്മുടെ അച്ഛന്റെ ചാരിത്രം നഷ്ടപ്പെട്ടമ്മേ. എന്റെ കൺട്രോൾ പോകുന്നതിന് മുഴുവൻ വായിക്കും. എവള് ചവച്ചു തുപ്പിയ വെറും കരിമ്പ് ചണ്ടിയാണമ്മേ നമ്മുടെ അച്ഛൻ. എത്രയും പെട്ടെന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ എന്നെ പിന്നെ ശ്മശാനത്തിൽ അന്വേഷിച്ചാൽ മതി. എവിടെ? ശ്മശാനത്തിൽ അന്വേഷിച്ചാൽ മതി. ശ്മശാനത്തില? അതെവിടെയാ? ശ്മശാനം ചിലപ്പോ തറവാട്ട് പേരായിരിക്കും. ഓഹോ, തറവാട്ട് പേരൊക്കെ ഇട്ട് എക്സ്പയറി ഡേറ്റ് ആയ കിളവന്മാരെ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കാണല്ലേടി? കണ്ട ഇത്രയൊക്കെ ആയിട്ട് അച്ഛനെ നോക്കി അവള് കരയുന്നുണ്ട. മിണ്ടിപ്പോഴുത്. എന്താ ഇരിക്കുന്നത്? ശ്മശാനത്തിൽ. ശ്മശാനത്തിൽ അല്ലേ? ശ്മശാനത്തിൽ. ശ്മശാനം എന്ന് 10,000 പ്രാവശ്യം പഠിപ്പിച്ചാലും ശ്മശാനം എന്ന് മാത്രം എഴുതുന്ന ഒരൊറ്റ വിദ്യാർത്ഥിനിയെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അയ്യോ എന്റെ പൊന്ന് സാറേ. കണ്ട എന്റെ പൊന്ന് സാറേ നമ്മെ വിളിക്കുന്ന കേട്ടാ. എന്തേ ഈ എഴുത്ത്
ആരാ മേശ തുറന്നെടുത്തത്? ഞാനാണ് എടുത്തത്. മോൻ അച്ഛന്റെ മേശ തുറക്കുവോ? തുറക്കും, ഇനി എടുക്കും. എടുക്കുവോ? നീ എടുക്കുവോ? എടുക്കും. എന്തിനാ എന്റെ മോനെ അടിച്ചത്? എന്താ? ഈ കത്ത് എഴുതിയവളെ അടിക്കാതെ എന്റെ മോനെയാണോ അടിക്കുന്നത്? കത്തെഴുതിയവളെ ഞാൻ അടിക്കണം? അതെ. അളിയൻ അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും. കത്തെഴുതിയവളെ അടിക്കണമല്ലേ? അതെ. മാറിക്കോട്ടെ. അയ്യോ സാറേ, അയ്യോ അളിയാ, ദാ പറയുക. 25 കൊല്ലം മുമ്പ് ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ എനിക്ക് എഴുതി തന്ന പ്രേമലേഖനമല്ലേടി ഇത്? ശശ്മാനം. അയ്യോ നേരാ, നമ്മുടെ ശശ്മാനം. നമ്മുടെ ശശ്മാനം.